are the best. Okay? Yes. Now I want everybody to go and relax. Tomorrow morning at 5 o'clock. Good. Go relax. Enough. Female voice എവിടെ? ദാ ഇവള് ഫീമെയിൽ പാട്ടൊക്കെ പാടും. Shut up. അത് തന്നെ മേഹയെ പറ്റിയാണ് ചോദിക്കുന്നത്. എൻ്റെ മകളും മേഹയെ പറ്റി അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ പാടാൻ വന്ന പാട്ടുകാരി മേഹയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. സമ്മതിച്ച പ്രൊഫഷനോട് കമ്മിറ്റ്മെന്റ് വേണം. എത്ര നാളായി വന്നിട്ട്? എന്താ വരാഞ്ഞേ? എന്താ ചെയ്യണ്ടേ? ഗുരു, അവള് വരാത്തതല്ല, വിടാത്തതാ. ആരാ അവളെ അയക്കാച്ചേ? ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ എനിക്ക് പാടണമെന്ന്, സ്റ്റേജിൽ കയറണമെന്നോ? ഞാൻ ഈ പെട്രോൾ പമ്പായിട്ട് ഒതുങ്ങി കഴിഞ്ഞതല്ലേ? എന്തിനു വേണ്ടിയാ സംഗീതം എൻ്റെ തലയെ കൊണ്ട് കെട്ടിയേപ്പിച്ച് മറന്നുപോയ ബന്ധങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തി എന്തിനാ എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയത്? I want Megha. I need her. I'll go and get her. ഗുരു, ഒന്ന് ക്ഷമിക്കേ. മേഘയല്ലേ വേണ്ടത്, ഞാൻ കൊണ്ടുതരാം അവളെ. ഞാൻ നോക്കിക്കോളാം, നീ പോ. ബോയ്സിന് എന്തെങ്കിലും ചൂസ് ചെയ്തിരിക്കുന്നു? ഓക്കെ, നോട്ട് ഇറ്റ്. എമോ, ബാഗ് കുറച്ച് ഫ്രീ ആയിരിക്കട്ടെ. ബോട്ടം കുറച്ച് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറയണേ, എങ്കിലും മൂവ്മെന്റ്സ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഗ്രീൻ കളർ ടോപ്പ്. മേഘ, ഐ എം ശക്തി. ഞങ്ങൾ സിന്തസിസ് എന്നൊരു മ്യൂസിക് ട്രൂപ്പ് വെച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളും പോപ്കോൺ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അതിൽ മേഘയെ പാടിച്ചാൽ നന്നായിരിക്കുമെന്ന്. ഓ, മേഘയ്ക്ക് പാടാനും കൂടി അറിയാമോ? എനിക്കറിയില്ലായിരുന്നല്ലോ. 3 ദിവസമായിട്ട് മേഘ പ്രാക്ടീസിന് വരുന്നില്ല, അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഓഹോ, ആർ യു ഇൻ ലവ് വിത്ത് മൈ ഡോട്ടർ? വാട്ട്? നീ എന്റെ മോളെ പ്രേമിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ, അതുമല്ല കല്യാണം കഴിക്കാന്ന് വെച്ചോ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ മ്യൂസിക് ട്രൂപ്പ് വെച്ചിട്ടുണ്ടെന്ന്. മേഘ ഇതിൽ പാടുന്നുണ്ട്. ചുമ്മാ നമ്പർ ഇറക്കല്ലേ. നീ മേഘയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനായി നടത്തുന്ന കളിയാണിതൊക്കെ. ജസ്റ്റ് ഡോണ്ട് ട്രൈ ടു ഫൂൾ അറൗണ്ട് ഹിയർ. മാഡം പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ഐ നോ യു ആർ റണ്ണിംഗ് ബിഹൈൻഡ് മൈ ഡോട്ടർ. യെസ്, ഐ ആം റണ്ണിംഗ് ബിഹൈൻഡ് യുവർ ഡോട്ടർ ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് ഐ ലവ് ഹർ. നോ, ഇല്ലമ്മേ. ശക്തി, ഇല്ലമ്മേ. അവൻ എന്തോ പറഞ്ഞിട്ട് പോയതാ. ലവൊന്നും ഇല്ലമ്മേ. Go to hell, that country dumbheads. Nonsense. നാടോടി പാട്ട്. മേഘ, നീ പാടാൻ പോകുന്നില്ല. യു ആർ എ ഡാൻസർ. അത് മാത്രം പ്രാക്ടീസ് ചെയ്തോളൂ. എന്താ അമ്മന, നിനക്കൊരു ചട്ടം എനിക്കൊരു ചട്ടമോ? നിന്റെ വയസ്സിൽ നീ ആഗ്രഹിച്ചു ചെയ്തു, അത് സാധിച്ചെടുത്തു എന്ന് എനിക്ക് മാതൃകയെ പറഞ്ഞു തന്നില്ലേ? അതെന്താ എനിക്കും ആയിക്കൂടെ? ശക്തി കൂടെ ഉണ്ടെന്ന് ആ ധൈര്യത്തിൽ നീ പറയുന്നത്? ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ തിങ്ക് ഓൺ മൈ ഓൺ. ഞാനും ശക്തിയും തമ്മിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ പുറകെ ഒന്നും നടക്കാനും പോകുന്നില്ല. എനിക്ക് അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളുണ്ട്. യമുന, പ്ലീസ്. ചെന്നൈ നിന്നെ ഒരുപാട് മാറ്റിയല്ലേ? യമുനിങ്ങനെ ചിരിക്കല്ലേ, എനിക്ക് ഭയമാകുന്നു. ഭയമോ? എന്താ സംഭവിച്ചത്? ഭയപ്പെടാൻ. യമുന, പ്ലീസ്, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. പറയില്ല, പറയാനേ വരുന്നില്ല. ഈ തട്ട് കണ്ടില്ലേ, താമ്പൂല മാതിരി ഉണ്ട്. എടാ ബുദ്ധൂസേ, ഇത് പപ്പടാണോ ചപ്പാത്തിയാണോടാ? കഴിച്ചോ തന്നെ നോക്കട്ടെ. ഇന്നാ പിടിച്ചോ.
നോ 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 യമുന എന്തായി പറയുന്നേ? യു മസ്റ്റ് ബി ക്രേസി. ഷോ ആരംഭിക്കുന്നതിന് 2 ദിവസമേ ഉള്ളൂ. അനൗൺസ്മെന്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അവസാന നിമിഷത്തിൽ വന്ന് ഈ ട്രൂപ്പിനെ ഷോയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ ഐ ആം സോറി, ഇറ്റ്സ് നോട്ട് ഫെയർ ആൻഡ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ചുമ്മാ കിടന്ന് ചാടല്ലേ. നിങ്ങൾ ഇന്ന് വരെ ഇതുപോലൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയണ്ട. 1996 ഗജറാഹോ ഫെസ്റ്റിവലില് മാളവിക നടത്തേണ്ട പെർഫോമൻസ് ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചില്ലേ? ഓ കം ഓൺ യമുന. എന്തിന്? അവള് നിങ്ങളെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞോണ്ട്. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? ഈ ഷോ വേറെ. ഞാൻ മാത്രം തീരുമാനമെടുത്താൽ പോരാ. എനിക്ക് മുകളിലൊരു ബോർഡുണ്ട്. അവരാണ് തീരുമാനിക്കേണ്ടത്. ജോക്ക് അടിക്കില്ല രത്തൻ. ഇവൻ മാനേജറാണ് നിങ്ങൾ. നിങ്ങൾ കൊടുക്കുന്ന സജഷനാണ് അവരുടെ ഡിസിഷൻ ആവുന്നത്. പോയി കംപ്ലൈന്റ് ചെയ്യേ. ആ ട്രൂപ്പിലുള്ള ബോയ്സ് ഒക്കെ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ഗേൾസിനെ ദിവസം അപമാനിക്കുകയാണ്, മിസ്ബിഹേവ് ചെയ്യണമെന്നൊക്കെ. ലിസൺ, ഐ വോണ്ട് ദോസ് ബോയ്സ് ടു ബി ത്രോൺ ഔട്ട് ഓഫ് ദിസ് കോമ്പറ്റീഷൻ. ഓക്കെ? യമുന, വാട്ട്സ് റോങ് വിത്ത് യു? അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇവന്റിന്റെ അന്ന് എന്റെ ട്രൂപ്പിലുള്ള എല്ലാവർക്കും വയറുവേദന വരും. ആരും സ്റ്റേജിലേക്ക് വരില്ല. ടോയ്ലറ്റിലായിരിക്കും അവര്. ചുമ്മാ വരട്ടല്ലേ. ഓപ്പണിംഗ് പെർഫോമൻസ് നിന്റെ ട്രൂപ്പിന്റെ തന്നെ ആയിരിക്കും. ഞാൻ വരട്ടൊന്നുമല്ല, സീരിയസ് ആയിട്ട് പറയാ. ഒന്നുകിൽ അവര് പാടണം, അല്ലെങ്കിൽ ഞങ്ങൾ ആടണം. I swear, you are a bloody... Sandeep from Mumbai is requested to contact Carnival office immediately. We have 12 groups performing for us. First on stage will be Blues from Bangalore. Second is Victoria from Mumbai. Panchavadin from Kerala and Tavil from Tamil Nadu. ഹായ്, നമസ്കാരം ആൻഡ് വെൽക്കം ടു ദി ഷോ. സംഗീത ലോകം തന്നെ വളരെ ആകാംക്ഷയോടെ കാണാൻ, കേൾക്കാൻ, ആസ്വദിക്കാൻ കാത്തിരുന്ന ഈ പോപ്കോൺ സംഗീതമേള ഇനിയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇനിയും ഹാഫ് ആൻ അവറിനുള്ളിൽ ആരംഭിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകർക്ക് ഈ പോപ്കോൺ എന്ന ഗ്രാൻഡ് സംഗീതമേളയെ ഞങ്ങൾ നേരിട്ട് അവതരിപ്പിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ചാറലടിക്കുന്നുണ്ടല്ലേ? ഇനി മ്യൂസിക് മഴ ആരംഭിക്കും മുൻപ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. കമാ. ഒരറിയിപ്പ്. നിലവിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ പൂർണ്ണമായി എന്തായി കാണിക്കുന്നതൊക്കെ? എന്താ അവസാന നിമിഷത്തെ ലിസ്റ്റ് ഞങ്ങളെ പേര് മാറ്റിയത്? അതെ, ഞാൻ ഒത്തിരി ബിസിയാ. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇങ്ങോട്ട് നോക്കണം. എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റിയാൽ എന്താ അതിനർത്ഥം? ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട പ്രാക്ടീസ് ചെയ്തത് അറിയാമോ? വളരുന്ന തലമുറയെ അവഗണിക്കുന്നത് ശരിയാണോ? അന്നെന്തോ കാപ്പി തട്ടി വീണത്. ഞാൻ പറഞ്ഞു ഞാൻ ബിസിയാണെന്ന്. ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല. പ്ലീസ് ഗോ. സർ, ഞങ്ങളുടെ മെയിൻ സിംഗർ വന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെ സംസാരിക്കോ? നിന്റെ മെയിൻ സിംഗർ ആരാടാ? ആ വരുന്നുണ്ട്, നോയിക്കോ, ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ. ഹേയ് വിക്രമ, വാട്ട് എ സർപ്രൈസ്. ഹലോ, നിനക്ക് സുഖം തന്നെയല്ലേ? ഒരുപാട് വർഷം കഴിഞ്ഞ് കാണുകയല്ലേ നമ്മള്. ഐ എം വെരി ഹാപ്പി, വെരി ഹാപ്പി. ഒരു പുല്ലും ഒന്നും മിണ്ടണ്ട. എന്തിനാ അവരെ മത്സരത്തിൽ നിന്ന് മാറ്റിയത്? ഏയ്, നീ എന്തിനെ പറ്റിയാ പറയുന്നേ? ആരെ പറ്റിയാ പറയുന്നേ? ഏത് ട്രൂപ്പിനെ പറ്റിയാ പറയുന്നേ? സിന്തസിസ്. ഓ യു സി വിക്രമ, അത് എനിക്ക് വലിയൊരു അവസ്ഥ സംഭവിച്ചതാ. 5 മിനിറ്റിനകം ഫെസ്റ്റിവൽ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് സാവകാശം വരുന്ന രാത്രി സംസാരിക്കാമല്ലോ. ഏയ്, നീ പഴയ പെരിച്ചാഴിയാണെന്ന് എനിക്കറിയാം. ഇവരെ മാറ്റിട്ട് ആരെയാ കയറ്റിയത്? എത്ര പൈസ വാങ്ങിച്ചു? നീ വാ. എന്തറിഞ്ഞിട്ടാ നീ പറയുന്നേ? ഞാൻ അത്രയ്ക്ക് മോശമായ ആളല്ല. നീ ഏതോ വലിയവനെന്ന ഭാവത്തിൽ എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യായിരുന്നില്ലേ? നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഞാനൊന്നും മിണ്ടില്ലെന്നേ ഉള്ളൂ ഇതേവരെ. ഛേ, എല്ലാം എൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാ. ശരി, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഈ ട്രൂപ്പ് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഡൺ. നിൽക്കേ, എനിക്ക് കാരണം അറിയണം. വിക്രമ, അതിനവരെ പാടിക്കുന്നുണ്ടല്ലോ. എനിക്ക് കാരണം അറിഞ്ഞേ പറ്റൂ. യമുന. അതെ, യമുന തന്നെ. നോക്ക്, യമുനയും ഞാനും പണ്ടേ സുഹൃത്തുക്കളാ. മനസ്സിലായല്ലോ? ഞാൻ സത്യം പറയുകയാണ്. നിനക്കിതുമായി ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവളും പറഞ്ഞില്ല.
അവൾക്കും ഇത് അറിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലിവ് ഇറ്റ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. മനസ്സിലായോ? ഐ എം ഇന്നസെന്റ്. ലിവ് ഇറ്റ്. Okay. ഓക്കെ, പോകാമോ? ഷാൽ ഐ ഗോ? നിങ്ങൾ ഈ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാൻ പോകുന്നു.